ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹ്ശറിൽ നടക്കുന്ന ഒരു സംഭവം പറഞ്ഞു തന്നു. നമ്മളെല്ലാവരെയും അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കും. ഓരോരുത്തരാടായിട്ട് അള്ളാഹു ചോദിക്കും, ഞാൻ നിനക്ക് തന്ന അനുഗ്രഹം കൊണ്ട് നീ എനിക്ക് എന്ത് നൽകി? അനുഗ്രഹം എന്ന് പറയുമ്പോൾ നിന്റെ ആരോഗ്യം, സമ്പത്ത് എല്ലാം അതിൽ പെടും. അതുകൊണ്ട് നീ എനിക്ക് എന്ത് നൽകി എന്ന് ചോദിക്കും. അപ്പോ ആ ചോദ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നുമല്ലാത്ത ഒരു ബീജത്തിൽ നിന്ന് അള്ളാഹു 9 മാസം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മളെ പോറ്റി വളർത്തി, കൈയും കാലും കണ്ണും മുടിയും ഒക്കെ തന്നു. ഇങ്ങനെ ഈ ലോകത്തേക്ക് നമ്മൾ വന്നു. നമുക്കൊരു സുന്ദരമായ രൂപം അള്ളാഹു നൽകി. എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ഹൃദയം നൽകി. അതിനകത്ത് എത്ര ലിറ്റർ ബ്ലഡുകൾ പമ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി. ബ്ലഡുകൾ ശുദ്ധീകരിക്കുന്ന കിഡ്നികൾ തന്നു. നമ്മുടെ ബോഡിയുടെ പലതരം ഹോർമോൺ കൺട്രോൾ ചെയ്യുന്ന പാൻക്രിയാസും ലിവറും അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മുടെ ബോഡിയിനുള്ളിലുണ്ടാവും. ഒരു വണ്ടി ഡീസൽ ഒഴിച്ചാൽ ഇത്ര ലിറ്ററിൽ ഇത്ര മൈലേജ് കിട്ടും എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് ഒരുപാട് സർവീസും പണികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞാൽ അത് സൈഡാവും. പക്ഷെ നമ്മൾ ഈ മനുഷ്യന്റെ ഈ ബോഡി എന്ന വണ്ടി 24 മണിക്കൂറും ഒരു സർവീസും ഇല്ലാതെ അല്ലാഹു ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തുന്നു, ബോഡിയുള്ള പല സ്ഥലത്തേക്കും ബ്ലഡ് എത്തുന്നു, ശ്വാസം നടക്കുന്നു, പല ഹോർമോണുകളുടെ പ്രവർത്തനം നടക്കുന്നു, ഷുഗർ ലെവൽ കൺട്രോൾ ആക്കുന്നു, പ്രഷർ ലെവൽ കൺട്രോൾ ആക്കുന്നു. നമ്മൾ ഒന്നും തന്നെ ചെയ്യാതെ എല്ലാം ഈ ബോഡിക്കകത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. വലിയൊരു ഫാക്ടറി തന്നെയാണ് ഈ ബോഡി. പലതരം സെല്ലുകൾ, പലതരം നഴ്സുകൾ, പലതരം ഡിപ്പാർട്ട്മെന്റുകൾ. എന്തൊരു വലിയ ലോകമാണ്. ഈ കണ്ണിന്റെ ഉള്ളിൽ ഉള്ള ഫ്ലൂയിഡ്, നമ്മൾ ഈ കണ്ണ് ഇങ്ങനെ ചിമ്മിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് നനയ്ക്കുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിന് നനവ് കൊണ്ടാണ് നമ്മുടെ കണ്ണ് ക്ലിയർ ആവുന്നത്. അതിന് പൊടിയൊന്നും എത്തി നിൽക്കാത്തത്. ആ ഫ്ലൂയിഡ് ഇല്ലാത്തൊരു സംവിധാനം ഒന്ന് ആലോചിച്ച് നോക്കും. അള്ളാഹു ആ ഫ്ലൂയിഡ് ആ കണ്ണിൽ നിക്ഷേപിച്ചിട്ടില്ല. പകരം നമ്മളോട് തന്നെ ആ ഫ്ലൂയിഡ് എപ്പോഴും ഒഴിക്കാൻ പറയുന്നു. സദാസമയം നമ്മൾ ബോട്ടിൽ വെള്ളം കൊണ്ട് നടക്കണം. എല്ലാ സെക്കൻഡും നമ്മൾ കണ്ണിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്താൽ. ആ ഒരു പ്രവർത്തനം അള്ളാഹു ഓൾറെഡി സിസ്റ്റമാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ അള്ളാഹു ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ പുറത്തും തന്ന അനുഗ്രഹങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ജോലി, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഭക്ഷണം. ഈ ലോകത്ത് ക്ലൈമറ്റ് ചേഞ്ചസ് നടക്കുന്നു. കടലിൽ മീനുൽപാദനം ഉണ്ടാവുന്നു. നമുക്ക് വേണ്ടുന്ന വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, മീന്, കോഴി, ആട്, ഇതൊക്കെ അള്ളാഹു അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് ഉൽപാദനം നടത്തുന്നു. ഈ ലോകത്ത് കാറ്റ്, ഇതിന്റെ സംവിധാനം അതുണ്ടായതുകൊണ്ട് നമ്മൾ ശ്വസിക്കുന്നു. ഈ ലോകത്ത് സൂര്യന്റെ വെളിച്ചം, ആ വെളിച്ചം ഉണ്ടായതുകൊണ്ട് നമുക്ക് വെളിച്ചം കിട്ടുന്നു. രാത്രി നിലാവിന്റെ വെളിച്ചം, തണുത്ത കാറ്റ്, ചൂടുള്ള സമയങ്ങൾ, കല്ലുകൾ, മരങ്ങൾ, വെള്ളം, തീ, അങ്ങനെ നമ്മൾക്ക് എണ്ണിയാതീരാത്ത അനുഗ്രഹങ്ങൾ പുറത്തും എണ്ണിയാതീരാത്ത അനുഗ്രഹങ്ങൾ നമ്മുടെ അകത്തും അള്ളാഹു നൽകിയിട്ട്, നീ ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് എനിക്കെന്ത് ചെയ്തു എന്നൊരു ചോദ്യം അവിടെ വരാനുണ്ട്. ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഞാൻ നിങ്ങൾ ആത്മാർത്ഥമായി അള്ളാഹുവിന് ചെയ്ത ഒരു കാര്യം നമുക്ക് പറയാനുണ്ടാവോ? നമ്മുടെ നിസ്കാരത്തിന് അള്ളാഹുവിന് വേണ്ടിയല്ലല്ലോ. ഇല്ലാത്ത നിസ്കാരം, രാവിലെ പട്ടിണി കിടക്കുന്ന നോമ്പ്, രാത്രി അതിന് ഡബിൾ ഇരട്ടിയായി നമ്മൾ ഭക്ഷണം കഴിക്കും. നമ്മുടെ പ്രവർത്തനം, ഏതെങ്കിലും ഒരു കർമ്മം അള്ളാഹുവിന് വേണ്ടി ആയിട്ട് മാത്രം എത്ര എണ്ണം നമുക്കൊരു വെള്ളക്കടലാസിൽ എഴുതിയെടുക്കാൻ പറ്റും? വളരെ തുച്ഛം മാത്രം ഉണ്ടാവും. അതും ആണോ എന്ന് പോലും നമുക്ക് ഡൗട്ടാണ്. സുബ്ഹാനല്ലാഹ്. ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ പറയുമത്രേ, അല്ലാഹ്, ഞാൻ എൻ്റെ സമ്പത്ത് കൊണ്ട് ഇങ്ങനെ ചെയ്തു, നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട്, നിന്റെ ആരോഗ്യം കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു, നീ തന്ന സമയങ്ങൾ കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു, നീ ഒന്ന് എന്നെ തിരിച്ച് ദുനിയാവിലേക്ക് അയക്കണം, ഞാൻ എല്ലാം നിനക്ക് വേണ്ടി ചെയ്തിട്ട് തിരിച്ചു വരാം എന്ന് നമ്മൾ പറയുമത്രേ. അല്ലാഹ് വീണ്ടും ചോദിക്കും, നീ എന്ത് എനിക്ക് വേണ്ടി ചെയ്തു? വീണ്ടും ഈ മനുഷ്യൻ അതേ ഉത്തരം നൽകും. മനുഷ്യൻ ഈ ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കും. അവസാനം അല്ലാഹു പറയും, ഈ നരകത്തിൽ പോടുകയാണ്. അവന് ഒരു ഹിസാബില്ല, ഒന്നുമില്ല. അവന്റെ കയ്യിൽ ഏടുകൾ കൊടുക്കലൊന്നുമില്ല. അവൻ ഡയറക്റ്റ് നരകത്തിലാണ്. അള്ളാഹു നമ്മളെ ആ ഒരു കൂട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. നമ്മൾ പരിപൂർണമായി അള്ളാഹുവിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, അള്ളാഹുവിനെ സ്നേഹിക്കണമെങ്കിൽ, അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. അള്ളാഹു പറയാണ് റസൂലുള്ളാഹിനോട്, യാ റസൂലുള്ളാഹ്, നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് അള്ളാഹുവിനെ ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അള്ളാഹുവിനെ ഇഷ്ടപ്പെടണമെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റുക. അപ്പൊ എന്താവും? യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരും.
സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹുവിന് മാത്രമായി നമ്മൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ, അള്ളാഹുവിനെ മാത്രമായി നമ്മൾ സ്നേഹിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് കിട്ടണമെങ്കിൽ, അള്ളാഹുവിന്റെ പൊറുക്കൽ നമുക്ക് കിട്ടണമെങ്കിൽ എന്താണ് ഇവിടെ ഷർത്ത്? ഫത്തബിഊനി, നബി തങ്ങളെ പിൻപറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപൂർണമായി പിൻപറ്റുക. അള്ളാഹു റബ്ബിൽ ആലമീനാണ്. ആലമീൻ എന്ന് വെച്ചാൽ അള്ളാഹു ഒഴിച്ചുള്ള എല്ലാ സൃഷ്ടികളെയുമാണ് ആലമീൻ എന്ന് പറയുന്നത്. ആകാശത്തും ഭൂമിയിലും എവിടൊക്കെ എന്തൊക്കെയുണ്ടോ, എന്ത് സൃഷ്ടികളൊക്കെ ഉണ്ടോ അതൊക്കെ ആലമീനിൽ പെടും. അള്ളാഹു ഒഴിച്ച് ബാക്കിയെല്ലാം. അതിന്റെ റബ്ബാണ് ആര്? അള്ളാഹ്. അതിന്റെ റഹ്മത്ത് ആരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ ആരാണ്? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതിന്റെയൊക്കെ റബ്ബ് അള്ളാഹു ആണോ അതിന്റെയൊക്കെ റഹ്മത്ത് ആരാണ്? മുത്തുനബി തങ്ങളാണ്. ആ റഹ്മത്തിനെ നമ്മൾ പിൻപറ്റിയാൽ മാത്രമേ അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രമാത്രം നമ്മൾ പിൻപറ്റുന്നു എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രമാത്രം നമ്മൾ അറിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ ചോദിക്കുക. അതല്ലാത്ത ഒരു മാർഗവും നമുക്ക് അള്ളാഹുവിന് മുമ്പിൽ പോയി പറയാനില്ല. അള്ളാഹുവിന് മുമ്പിൽ പോയി നമുക്ക് ഒന്നും തന്നെ അനുഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്നത് പോലെ ഞാൻ ഉപയോഗിച്ചു എന്ന് പറയാൻ നമുക്ക് നാളെ ശരി നാമ പൊന്തണമെങ്കിൽ നമ്മൾ സ്വയം ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രമാത്രം നമ്മൾ പിൻപറ്റുന്നു എന്ന്. അപ്പൊ നബി തങ്ങളെ മാക്സിമം നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റുക എന്ന ഒരു ലക്ഷ്യം മാത്രമേ നമുക്ക് അള്ളാഹുവിനെ സ്നേഹം കിട്ടാനുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതിയായി സ്നേഹിക്കണമെങ്കിൽ നബി തങ്ങളെ പിൻപറ്റിയേ തീരും. നബി തങ്ങളെ പിൻപറ്റാത്ത ഒരു സ്നേഹവും, നബി തങ്ങളെ പിൻപറ്റാത്ത ഒരു കർമ്മവും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ വഴി നമ്മൾ ഫോളോ ചെയ്യുക. അള്ളാഹു നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.